Description of the visage in the Ozymandias poem written by Percy Bysshe Shelley. അപ്പോൾ ഓസിമാൻഡിയസ് എന്നുള്ളത് ഷെല്ലിയുടെ ഒരു ബ്യൂട്ടിഫുൾ പോമാണ്. ഇവിടെ വിസാജ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി വിസാജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിസാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? നമ്മുടെ ഫേസ് അല്ലെങ്കിൽ എന്താ പറയുക, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഒരാളുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരാളുടെ ഫീച്ചേഴ്സ്, ആ ഫീച്ചേഴ്സ് വെച്ചിട്ട് അയാളുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഇമോഷനെ റിവീൽ ചെയ്യുന്നൊരു ഇതാണ്, ഒരു നൗണാണ് വിസാജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ, അതിനെയാണ് നമ്മൾ വിസാജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെയാണ് ഓസിമാൻഡിയസിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഓസിമാൻഡിയസിനകത്ത് ഒരു ബ്രോക്കൺ സ്റ്റാച്യു ഓഫ് ആൻ ഏൻഷ്യൻ കിങ് ആണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാഫ് സങ്ക് എ ഷാറ്റേർഡ് വിസാജ് ലൈസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിസാജ് അല്ലെങ്കിൽ ഫേസ് ഓഫ് ദ സ്റ്റാച്യു എന്ന് പറയുന്ന ഹാഫ് ബറീഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സാൻഡിൽ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ബ്രോക്കൺ ഇൻ ടു പീസസ്. പിന്നെ ഇത് സജസ്റ്റ് ചെയ്യുന്ന എന്താണ്? ടൈമിന്റെ ആ ഒരു പാസിങ്ങിനെ അല്ലെങ്കിൽ പാസ്റ്റിനെയാണ് ഇത് കാണിക്കുന്നത്. അതായത് റൂയിൻ ഓഫ് ടൈം, സമയം കഴിയും തോറും എന്ത് ചെയ്യുകയാണെന്നോ പറയുന്നത്, ആ ഒരു സ്റ്റാച്യു അല്ലെങ്കിൽ ആ ഒരു ഇതെന്ന് പറയുന്നത് റൂയിൻഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം മൈറ്റി എംപയേഴ്സ് ആണെന്നുണ്ടെങ്കിലും സമയം പോകുന്നതിനനുസരിച്ച് വെറും ഡസ്റ്റ് അല്ലെങ്കിൽ ആഷസ് ആയിട്ട് അതിന് മാറാൻ സാധിക്കും. ഇനി ഇമേജ് ഓഫ് എ വൺസ് മൈറ്റി കിങ്ങിന്റെ ഫേസ് ആണ് ഇപ്പോൾ ഷാറ്റേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഫൊർഗോട്ടൺ ആയിട്ട് കിടക്കുന്നത്. സോ അത് ഡീകേ അല്ലെങ്കിൽ ഐറണിയാണ് കാണിക്കുന്നത്. ബിക്കോസ് വെൻ ഹി വാസ് ലിവിങ് എന്തായിരുന്നു, ഹി വാസ് എ മൈറ്റി കിങ്. പക്ഷേ ഇപ്പോൾ മരിച്ചതിന് ശേഷം ഈ സ്റ്റാച്യു വളരെ മൈറ്റി ആൻഡ് ഹ്യൂജ് ആയിരുന്നെങ്കിൽ പോലും ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ സ്റ്റാച്യുവിനെ എല്ലാവരും മറക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അത് റൂയിൻഡ് ആയിട്ട് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഡീകേ ആയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ എക്സ്പ്രഷൻ, ഫേസിൽ എക്സ്പ്രഷൻ ഡീപ്പ് ഫ്രൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിസാജിന്റെ ഫേസിൽ ഡീപ്പ് ഫ്രൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സീരിയസ്നെസ് അല്ലെങ്കിൽ പ്രൈഡ് അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഓസിമാൻഡിയസ് ആസ് എ മാൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് റൂൾ ചെയ്തിരുന്ന ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു അതോറിറ്റേറിയൻ ഫിഗർ ആയിരുന്നു. സോ അതാണ് ആ ഫ്രൗൺ എന്നുള്ള അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ലിപ്പ് എന്ന് പറയുന്ന റിങ്കിൾഡ് ആയിരുന്നു. അപ്പോൾ ആ ഫേഷ്യൽ എക്സ്പ്രഷനെ കാണിക്കുന്നതാണ് ലിപ്പ്. ലിപ്പ് എന്ന് വെച്ചാൽ കേൾഡ് ആയിരുന്നു. അതായത് ഒരു അരഗന്റ് അല്ലെങ്കിൽ കണ്ടംപ്റ്റിനെയാണ് അത് കാണിക്കുന്നത്. അതായത് ബാക്കിയുള്ള ആളുകളെ ഹി ലുക്ക് ഡൗൺ ഓൺ അതേഴ്സ്. അതായത് കുറച്ചായിട്ട്, അതായത് എന്താ പറയുക, ഒരു ഇച്ചിരി ലോ ലെവലിലാണ് ബാക്കിയുള്ള ആളുകളെ കാണുന്നതെന്നും ആൻഡ് ഹി ബിലീവ്സ് ദാറ്റ് ഹി ഹിംസെൽഫ് ഈസ് സുപ്പീരിയർ. സബ്ജക്ട്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ആ റൂൾ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഇദ്ദേഹം സുപ്പീരിയർ ആണെന്നും ബാക്കി എല്ലാ റൂളേഴ്സിന്റെ അടുത്തും ഇദ്ദേഹത്തിന് ഒരു സുപ്പീരിയോറിറ്റി ലെവൽ ഉണ്ടെന്നും, അതായത് ഇദ്ദേഹമാണ് ഏറ്റവും മൈറ്റി ആൻഡ് പവർഫുൾ എന്നുള്ളത് ഒരു വെപ്പ്. അതാണ് ആ ചുണ്ടൊക്കെ ഇങ്ങനെ റിങ്കിൾഡ് ആയി പോയത് അല്ലെങ്കിൽ ഒരു ഫ്രൗണ്ട് ഫേസ് ഒക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കമാൻഡ് എന്ന് പറയുന്നത് കോൾഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൾഡ് കമാൻഡ് എന്ന് വെച്ചാൽ വളരെ ഇമോഷൻലെസ് ആയിട്ടും ഹാർഷായിട്ടും ഉള്ളൊരു രാജാവാണ്. ഒരു ടയർനിക്കൽ ഫിഗറാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ക്രൂവൽറ്റിയും ഡിറ്റാച്ച്മെന്റുമാണ്, അല്ലാതെ എംപതിയോ കമ്പാഷനോ ഒന്നും ഇദ്ദേഹത്തിന്റെ റൂളിംഗ് സമയത്ത് ഇല്ലായിരുന്നു. ആൻഡ് ഓൾസോ ഈ ഉണ്ടാക്കിയ സ്കൾപ്ചർ വളരെ സ്കിൽഫുൾ ആയിരുന്നു. ബിക്കോസ് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസും എക്സ്പ്രഷൻസും, അതായത് ഫ്രൗണ്, സ്നിയർ, ഇതെല്ലാം സ്റ്റോണിൽ കൊത്തിയെടുക്കാൻ ഇദ്ദേഹത്തിന് ക്യാപ്ചർ ചെയ്തെടുക്കാൻ ഈ സ്കൾപ്ചറിന് സാധിച്ചു. അപ്പോൾ ആ ആർട്ടിസ്റ്റിന്റെ ഇൻസൈറ്റിനെ പ്രൈസ് ചെയ്തുകൊണ്ടും നമ്മുടെ പോയത്തിനകത്ത് ഇത് സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കിങ്ങിന്റെ ട്രൂ ക്യാരക്ടറിനെ ഇമ്മോർട്ടലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്കൾപ്ചർ. ഓക്കെ, പിന്നെ ഈ സ്റ്റാച്യു റൂയിൻഡ് ആൻഡ് ലൈഫ്ലെസ് ആണെങ്കിലും അതിനകത്തുള്ള ഇമോഷൻസ് ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ട് ആ ഫേസിലൂടെ. അതൊരു പവർഫുൾ ഐറണിയാണ്. ഫീലിങ്സ് ആ രാജാവിനെയും ഔട്ട്ലിവ് ചെയ്ത് അല്ലെങ്കിൽ ആ സിവിലൈസേഷനെ ഔട്ട്ലിവ് ചെയ്ത് സ്റ്റോണിൽ ഇപ്പോഴും പ്രിസർവ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ റൂയിൻഡ് ആണെന്ന് പറഞ്ഞാലും ആ രാജാവിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള സമയത്ത് ആ ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ആ സ്കൾപ്ചർ നല്ല ബ്രില്യൻ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോണിൽ. സോ രാജാവിനെ മറന്നാലും രാജാവിന്റെ റൂള് മറന്നാലും ആ പ്രതിമ എങ്ങനെയൊക്കെ ഷാറ്റേർഡ് ആയാലും ബാക്കി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നെ സേവ്ഡ് ആണ്. സോ ആ ഫീലിങ്സ്, രാജാവിന്റെ ആ ഫീലിങ്സ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇമോഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ത്രൂ ദി ഫേസ്. ഇനി ഈ വിസാജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റാച്യു അല്ലെങ്കിൽ ഈ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഓസിമാൻഡിയസിന്റെ പ്രൈഡ് അല്ലെങ്കിൽ ഈഗോ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി ആണ്. അതായത് പവർ എന്ന് പറയുന്നത് ഫോർ എവർ ലാസ്റ്റ് ചെയ്യും എന്നാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതൊരു ഷാറ്റേർഡ് ഇമേജ് ആയിട്ട് അദ്ദേഹത്തിന്റെ അറഗൻസ് മാത്രം ഇങ്ങനെ റിവീൽ ചെയ്തത് ഇപ്പോഴും മണ്ണിൽ പൊതഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ വിസാജിന്റെ ആ ഒരു എക്സ്പ്രഷൻ, ഫ്രൗണ്, സ്നിയർ, കമാൻഡ്, ഇതെല്ലാം ആ എന്താ പറയുന്നത്, ആ ഒരു ഡെസേർട്ട് എംപ്റ്റിനെസ്സുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കിടക്കുന്ന കാര്യമാണ്. ഒരു ഡ്രമാറ്റിക് ഐറണിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു രാജാവ് ഒരു മൈറ്റി എംപയർ പണ്ട് റൂൾ ചെയ്തിരുന്നു. ബട്ട് നൗ ഹി ഈസ് ഫൊർഗോട്ടൺ ആൻഡ് നൗ ഓൺലി ഹിസ് റൂയിൻസ് ആർ റിമൈനിങ്. ഓക്കെ, ആൻഡ് ദെൻ ഷെല്ലി ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഹ്യൂമൻ പ്രൈഡിനെയാണ്, എസ്പെഷ്യലി പൊളിറ്റിക്കൽ പവറിനെയാണ്. ടൈം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഇറേസ് ചെയ്യും.
പിന്നെ ലൈഫ് ആൻഡ് ഡെത്ത് തമ്മിലൊരു കോൺട്രാസ്റ്റും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് സ്കൾപ്ചർ ലൈഫ് ലൈക്ക് ഇമോഷൻസ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നു സ്റ്റോണിൽ. ആൻഡ് ഓൾസോ പക്ഷേ ഈ ഫീച്ചേഴ്സ് എല്ലാം എന്താണ്, ലൈഫ്ലെസ് ഇല്ലാത്ത, ലൈഫ് ഇല്ലാത്ത സ്റ്റോണിലാണ് ഇതെല്ലാം പോർട്രേ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു പാരഡോക്സ് ആണ്. കിങ് ഡെഡ് ആണ്, കിങ്ഡം പോയി, പക്ഷെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി, അതായത് അറഗൻസ് ആൻഡ് ക്രൂവൽറ്റി ഇപ്പോഴും ഒരു ലൈഫ്ലെസ് ഒബ്ജക്റ്റിൽ സർവൈവ് ചെയ്ത് കിടക്കുന്നു. വിസാജ് എന്ന് പറയുന്നത് എന്താണ്, കിങ്ങിനെ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ പറയുന്നത്, എല്ലാ റൂളേഴ്സിനെയും എല്ലാ എംപയേഴ്സിനെയും, വൺസ് ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനെയും, പക്ഷെ അതിപ്പോൾ വാനിഷ്ഡ് ആയി കാണിക്കുന്നു എന്നുള്ളതാണ് ഈ വിസാജ് സിംബലൈസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രോക്കൺ ഫേസ് പറയുന്നത് എന്താണ്, ഒരു യൂണിവേഴ്സൽ സ്റ്റോറിയാണ് പറയുന്നത് ഓഫ് അംബീഷൻ, പ്രൈഡ് ആൻഡ് ഇവൻച്വൽ ഡൗൺഫോൾ. എല്ലാത്തിനും ഒരു ഡൗൺഫോൾ ഉണ്ടാവും. എത്ര ക്രൂവലാണെങ്കിലും എത്ര പവർഫുൾ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഡൗൺഫോൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വിസാജിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. അതായത് ആ ഓസിമാൻഡിയസ് എന്നുള്ള സ്റ്റാച്ചുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി എഴുതുന്നത് നല്ലതായിരിക്കും നിങ്ങൾ.